மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தா பாடுமோ? பெண்மை இன்று மண்ணில் இன்பமேதடா. கண்ணை மூடி கனவில் வாழும் மானிடா. மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தா பாடுமோ? பெண்மை இன்று மண்ணில் இன்பம் ஏதடா. கண்ணை மூடி கனவில் வாழும் மானிடா. வெண்ணிலவு பொன்னி நதியும் கண்ணியின் துணையின்றி என்ன சுகம் இங்கு படைக்கு? பெண்மாயின் சுகமின்றி சந்தனவு சங்கத்தமிழ் பொங்கிடும் வசந்தம் சிந்திவாறு பொங்கும் அமுதம் தங்கிடும் குமுதம். தந்தி மகள் அருகில் இறந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும். விழியினில் மொழியினில் அடையினில் உடையின் அதிசய சுகந்தரும் வணங்கிவள் பிறப்பிருதாள். மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தா பாடுமோ? முத்துமணிரத்தினங்களு கட்டிய பவழம் புத்துமலர் புதங்களு குவிந்தாதரமு சிற்றிடாய் சின்ன வீரல் பிள்ளேன புறவ சுற்றி வரச்சியும் விழிய சுந்தர மொழிகள். எண்ணிவிட மறந்தால் எதற்கோ பிறவி இத்தனையும் இழந்தால் அவந்தா துறவி. முடி முதல் அடி வரை முழுவது சுகந்தர் விருந்துகள் படைத்திடும் அரங்கமும் அவளல்லவா. மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தா பாடுமோ? பெண்மை இன்று மண்ணில் இன்பம் ஏதடா. கண்ணை மூடி கனவில் வாழும் மானிடா. மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ? எண்ணம் கன்னி பாவையின்றி 7 ஸ்வரந்தா பாடுமோ? ഗുഡ് ഗുഡ് ഗുഡ്. നൈസ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ്. തേജസ്, രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? എന്ത് പറ്റേ? ബ്രത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയോ? എല്ലായിടത്തും ബ്രത്ത് എടുക്കണം. അപ്പോ എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കും. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം എടുക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ. ശരത് സാർ. തേജസ്സേ, നല്ല സെലക്ഷൻ. നല്ല സെലക്ഷൻ. എപ്പോൾ കേട്ടാലും എന്താ പറയുക, അതൊരു സുഖമുള്ള കോമ്പസിഷൻ. ഈ ഒരു ഫിലിം കണ്ട് കാണാൻ ചാൻസ് ഇല്ല. ഈ പാട്ടെങ്കിലും കണ്ടോ? Come on, I am not a bro, ക്രിസ്മസ് ഒക്കെ അല്ലേ? Because of Christmas, this type of rubbish happening here. Okay, thank you.
എടാ ചക്കര നന്നായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് അവകാശപ്പെടുന്നത് എന്താണ്? പറയൂ. അത് ടെക്നിക്കലി ഡണ്ണാണ് എങ്കിലും ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ബ്രെത്ത്ലെസ്. ആ, ബ്രത്ത്ലെസ്. ഞാൻ ശ്വാസം എടുക്കാണ്ട് പാടിത്തരാമെന്ന് പറഞ്ഞ് ബാലുവണ്ണം പാടുന്നതാണ് അല്ലേ? Yeah. അപ്പൊ അത് ആവശ്യത്തിലധികം നീ ശ്വാസം എടുത്ത് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ രണ്ട് ലൈൻ നീ ശ്വാസം എടുത്തോ, എല്ലാവരും നമ്മൾ ചത്തുപോകത്തില്ലേ? അതിന് ശ്വാസം എടുത്തു. പക്ഷെ അതൊരു ന്യായമായിട്ട് എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ. നീ ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കല്ലേ? Yeah. Yeah. അപ്പോ എനിക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ആ മണ്ണിൽ നിന്ന കാതലിൻ്റെ അത് ഒന്ന് പാടാമോ? ഒരു എന്തോ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് പാടുന്നുണ്ട്, അതൊന്ന് പാടാമോ? മണ്ണിൽ இந்த കാതലன்றி யாரும் வாழ்தல் ആ ഇത് ഓക്കെ ഒറിജിനൽ. ഇതല്ലാണ്ട് ഒരു സാധനം പാടിക്കൊണ്ടിരുന്നല്ലോ, അതൊന്ന് പാട്. മണ്ണിൽ இந்த കാതലன்றി ആ അത് വേണ്ട. കാര്യം അതിനൊരു വിഷമാവസ്ഥയാണ്. അത് രാജാസാറിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല മോനെ കേട്ടോ. അത് പെട്ടെന്ന് പ്രേമമൊക്കെ പ്രേമിച്ച് വേണ്ട ഓടിപ്പോയൊരു സന്തോഷമുണ്ട് അതിൽ കേട്ടോ. അത് വേണ്ട. പിന്നെ എണ്ണം കന്നിപ്പാവ അതൊന്ന് പാടാമോ? എണ്ണം കന്നിപ്പാവയിன்றி ഏഴു സ്വരന്താൻ പാടുമോ? സ്വരന്താൻ ആ താൻ എന്ന് കാണിക്കണ്ടാടാ മോനെ. സ്വരന്താൻ പാടു സ്വരന്താൻ പാടുമോ? ആ പെൺമൈ ഇன்று മണ്ണിൽ പെൺമൈ ഇன்றി മണ്ണിൽ ഇன்பമേതടാ. മോനെ അത് പെൺമൈ ഇன்றി മണ്ണിൽ ഇன்பമേതടാ. അപ്പൊ ആ പെണ്ണുങ്ങളില്ലാതെ ഈ മണ്ണിൽ എന്താണ് സന്തോഷം എന്നാണ്. അപ്പൊ അതിന് നല്ല അർത്ഥമാണ് ഉദ്ദേശിച്ചാണ് എഴുതിയേക്കുന്നത്. പിന്നെ അതുപോലെ വെണ്ണില അതൊന്ന് പാടാമോ? വെണ്ണിലവും പൊന്നി നദിയും കന്നിയും തുണയിന്ന സുഖമിങ്ക് പടയ്ക്കു പെൺമയിൻ സുഖമിன்றி സുഖമன்றി സന്തനമും സംഗത്തമിഴും പൊങ്കിടും വസന്തം സിന്ധിവരു പൊങ്കും അമുദം തങ്കിടും കുമുദം തന്തിമകളോ? ഏതന്തി? തന്തിമകൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അങ്ങനെ ഒരു വാക്ക്. നമ്മൾ പരിചയപ്പെടായിരുന്നു എന്ന് തോന്നി. തന്തിമകൾക്കൊരു കന്നിമകൾ. കന്നിമകൾ അരുകിൽ ഇരുന്നാൽ സുവയ്ക്കും കന്നി തുണ ഇഴന്നാൽ മുഴുതും. അതൊക്കെ ഒരു ക്ലാരിറ്റി ആവട്ടെ മോനെ. ആ നോട്ട്സ് വരട്ടെ. കന്നിമകൾ അരുകിൽ ഇറന്താൽ സുവയ്ക്കും കന്നി തുണ ഇഴന്താൽ മുഴുതും കസക്കും വിഴിയിനിൽ മൊഴിയിനിൽ നടയിൽ. ഓക്കെ അവൻ അതൊക്കെ നല്ലതാടാ, നല്ല നൈസ് നന്നായിട്ട് തന്നെ പാടി മോനെ ചക്കര. പിന്നെ വേറെ ആണ്ടൊക്കെ സുട്ടി വര ചെയ്യും വിഴിയും സുന്ദര മൊഴികൾ. നന്നായിട്ട് പാടി മോനെ. ഇതൊക്കെ കാര്യം തമിഴല്ലല്ലോ നീ. അപ്പൊ ഇതൊക്കെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം ഇത് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടല്ലേ. പിന്നെ പ്രത്യേകിച്ച് SPB എന്ന് പറഞ്ഞ ആ ഒരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യനെ കാണാനും കൂടെ പറ്റുന്നത് ഈ പാട്ടിൽ. അദ്ദേഹം അഭിനയിച്ചത് കൊണ്ട് ഒരു വണ്ടർഫുൾ പേഴ്സൺ ആയിരുന്നു ബാലുവണ്ണ. എവിടെ ഇരുന്നാലും നമ്മളെപ്പോഴും അങ്ങയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലും ഉണ്ട്. ലവ് യു. താങ്ക് യു സർ. ചേച്ചി തേജസ്, സൂപ്പർ സെലക്ഷൻ. പക്ഷെ തേജസിന് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്താ തേജസ് സന്തോഷമില്ലാത്ത? ഒരു തുറന്നൊന്ന് സന്തോഷിക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ? എന്താ തേജസ് ഈ പാട്ട് ആലോചിച്ചുള്ള ടെൻഷൻ ആയിരുന്നോ? ഇതിന്റെ ചെറിയൊരു ടെൻഷൻ പാടാനുള്ള. തേജസ്, ഞാൻ സത്യം പറയാലോ, എനിക്ക് ഈ പാട്ട് എടുത്തു കൊണ്ടുവന്നപ്പം എന്റെ മനസ്സിലുണ്ട് തേജസ് ഇത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ തേജസിന് ഇത് ശ്വാസം മുട്ടുമോ എന്നുള്ള പേടിയിലാണ് തേജസ് നിന്ന് പാടുന്നത്. അത് ആ ഒരു ഉള്ളില് ആ പേടിയുള്ളത് ഫീൽ ചെയ്യുക, മുഖത്തുണ്ടത്. അത് എന്തിനാ? അത് എന്ത് ഭംഗിയായിട്ടാ പാടുന്നേ. നന്നായി പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നന്നായി പാടി, ഈസി ആയിട്ട് പാടി. നല്ലൊരു കൈഡി കൊടുക്കും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മെരി ക്രിസ്മസ്. അതൊന്നും ഓർക്ക പറയട്ടെ. മെരി ക്രിസ്മസ് ടു യു. കേട്ടില്ല നിന്റെ സന്തോഷം വരട്ടെ.
മോനെ ഇതിൽ പാടിയതിനെ കുറിച്ചാണെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് അപ്പുറം വേറെ ഒന്നും പറയാൻ ഞാനും ഇതൊക്കെ തന്നെ എഴുതി വെച്ചു. എനിക്കും ഈ ശ്വാസം മോൻ വളരെ കഷ്ടപ്പെടുന്ന മാതിരിയാണ് തോന്നിയത്. പല്ലവിയുടെ ശരിക്കും ഇതിനൊരു ബ്രെത്ത്ലെസ് പോർഷൻ ഉണ്ട്. അതല്ലാത്ത പല്ലവിയിലുള്ള ഓരോ ലൈൻസ് ഫിനിഷ് ആവുമ്പോൾ അതങ്ങ് ഫിനിഷ് ആവുന്നില്ല. അപ്പോൾ ആ ശ്വാസത്തിന്റെ പ്രോബ്ലം ചെറുതായിട്ടുണ്ട്. പക്ഷേ ഈ കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റുന്നു. ആ ഒരു കിതപ്പിന്റെ ഒരു പോർഷൻ ഇല്ലേ, അതൊന്ന് ശരിക്കും കിതയ്ക്കോ? കേക്കട്ടെ. ഇങ്ങനെയാണോ? ഇതെന്തോന്നേ രക്തരക്ഷസ്? കിതയ്ക്കുമ്പോ ശബ്ദം കേക്കണ്ടേ? പണ്ട് ആ രക്തരക്ഷസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ആ ഡ്രാമ ഉണ്ട്. കലാനിലയം ഡ്രാമാസ്കോപ്പിന്റെ രക്തരക്ഷസ് എന്നുള്ള ഡ്രാമ കാണാൻ പോയ അതിലിത് രക്തരക്ഷസ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ശബ്ദമെങ്കിലും ഉണ്ട്. മോനെ ശബ്ദം വരുന്നില്ല പുറത്ത്. പാവം കുട്ടി. പിള്ളേരോട് ചോദിച്ചറിയാ ഇത്ര പാവാണോന്ന്. പാവാണോ? അതാ അർച്ചന പറയുന്നു പാവമേ അല്ലാന്ന്. ദിമികടനല്ലേ മൈക്കെടുക്കുന്നുണ്ട്. പറഞ്ഞേ ഫാഹിസേ. അല്ല ഇവന് ഇങ്ങനെ നിക്കണ മാതിരില്ല. അവിടെ ഗ്രൂമിങ്ങിന്റെ സമയത്തൊക്കെ ഫുൾ ഓണാണ് ആള്. അതായത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ കേറി കമന്റ് അടിക്കും. ഗേൾസ് ആണെന്നല്ലേ ഉള്ളൂ. ഞാൻ കമന്റ് ഒന്നും അടിക്കൂല. നാടകം നിർത്തണം. അതെ, വെറും ഒരു പാവത്തിനെ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും അതെ. ഇവന്റെ ആ വേഷം കാണണമെങ്കിൽ മന്തി കഴിക്കണ കാണണം ഇവൻ. എടാ ഇവൻ മന്തി കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഇനി കൊണ്ടുവരണേ. തേജസ് ഇനി ചിരിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാരും ഇരുന്നിട്ട് മന്തി കഴിക്കും. തേജസിനെ കൈ കെട്ടിയിടും സൈഡില്. പണിഷ്മെന്റ് അല്ല, ഞാൻ ചിരിച്ചോണ്ട് ഇരിക്കാനല്ല മോനെ, കുറച്ചുകൂടെ ഉറക്കെ ഒന്ന് സംസാരിക്കാം. ഒരു ആക്റ്റീവ് ഇവരുടെ ഇടയിലുള്ള ആക്ടിവിറ്റി ഇവിടെ കാണിക്കാം. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി. എം ജി സർ, ഈ തേക്കുട്ടൻ ഒന്ന് സംസാരിപ്പിച്ചെടുക്ക് സർ. തേക്കുട്ടാ. യെസ് സർ. കുറച്ചുകൂടെ. യെസ് സർ. യെസ് സർ. കുറച്ചുകൂടെ. അപ്പൊ യെസ് സർ. സാറിന്റെ പിച്ചു അവിടെ പാടുന്നില്ലേ? അവിടെ രസ് പറഞ്ഞു. യെസ്. നീ അവിടെ നിന്ന് നീ താഴോട്ട് പിടിച്ചോണ്ടാ മതി കേട്ടോ. മക്കളെ നീ നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ട്. നീ നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇത് നമ്പർ 1. കാരണം ഇത് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് എത്തിക്കാൻ പറ്റില്ല. വലിയ പ്രയാസമാണ് ഇത്. വളരെ ഇൻ്റലക്ച്വലായിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും അറിയത്തില്ല. അത് ഒരൊറ്റ ശ്വാസത്തെ പാടിയോലിരിക്കും. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതിനകത്ത് നമുക്കൊന്നും ഒറ്റയടിക്കുമ്പോൾ ഞാൻ വിളക്ക് വയ്ക്കും എന്നൊരു പാട്ട് ഞാൻ പാടുന്നുണ്ട്. വിളക്ക് വയ്ക്കും അതിനകത്ത് ഇത് 2 പഞ്ചാണ്. നമുക്ക് പറ്റത്തില്ല, നമ്മൾ മനുഷ്യരാണ്. അപ്പം മോന് കുറച്ച് ശ്വാസം ഇതിനിടെ പോയി. അപ്പം അക്ഷരങ്ങളങ്ങ് വിഴുങ്ങിപ്പോയി. അതാണ് പ്രശ്നം. ശ്വാസം എടുത്താലും അക്ഷരങ്ങൾ പൂർണ്ണത വന്നിരുന്നെങ്കിൽ സംഭവമായിരുന്നു തന്നെ. പിന്നെ 3 നമ്മുടെ SPB എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി. ഒരു രക്ഷയില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നതെല്ലാം വളരെ ഗ്രേസ്ഫുള്ളാണ്. അദ്ദേഹവും പ്രഭുദേവയും കൂടെ ഒരു പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പ്രഭുദേവയെക്കാട്ടി സ്കോർ ചെയ്ത് SPB സാറാണ്. അദ്ദേഹം ചെറിയ മൂമെൻറ്റ്സേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ പ്രിയദർശനും ഞാനും ഞങ്ങളെല്ലാം കൂടാണ് ഈ പടത്തിൻ്റെ പ്രിവ്യൂവിന് പോയത് മദ്രാസിൽ. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നോക്കടാ എന്തൊരു ഗ്രേസാണെന്ന്. SPB സാർ ശകലം വെച്ചിട്ടില്ല, എന്തോ ഒരു പാട്ടാണിത്. അപ്പൊ ആ ചെറിയ സ്റ്റെപ്പിലൂടെ അദ്ദേഹം സ്കോർ ചെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത്. എത്ര ഈസി ആയിട്ടാണ് ഇങ്ങനെ തലയൊക്കെ കുലുക്കിയിട്ട് അങ്ങനെ. അത് നമുക്ക് നമ്മളെ അങ്ങ് ഹൈറ്റിൽ കൊണ്ടുപോകും. അദ്ദേഹം ഡബ് ചെയ്യും, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബ് ചെയ്യും, അഭിനയിക്കും, പാട്ട് കമ്പോസ് ചെയ്യും, പാട്ട് പാടും. ഒരു സകല കലാവല്ലഭൻ വിത്ത് ലോട്ട് ഓഫ് നന്മയുള്ള ഒരു മനുഷ്യനാണ്. നല്ല മനുഷ്യനാടാ. അത് നന്മയുള്ള മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ സോക്കോൾഡ് പാട്ടുകാരൊക്കെ പല ശീലങ്ങളും മാറ്റി വെച്ചിട്ടുള്ള പോലെ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം എല്ലാത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മളൊരു പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പിന്നെ പറയണ്ടല്ലോ. രാജാ സാറിൻ്റെ ക്ലവർനെസ്. പിന്നെ ഗംഗാമരൻ സാറിനെ കുറിച്ചും പറയണം. അതിമനോഹരമായിട്ട് അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മോൻ നന്നായിട്ട് പാടി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
എന്തായാലും കുറച്ചുകൂടെ ഉറച്ചൊക്കെ സംസാരിക്കുക. ബി സ്മാർട്ട്. അവർ പറയുന്ന പോലെ മോൻ മന്തി തിന്നുമ്പോഴും അതുപോലെ തന്നെ കമന്റ് അടിക്കുമ്പോഴും ഉള്ള ശബ്ദം പാട്ടിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? ആണോ? ആ, ഓക്കെ, താങ്ക് യു സർ. അപ്പോ തേജസ് Yes. മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ചേച്ചി. ഈ പെർഫോമൻസിന് 8.5. താങ്ക് യു ചേച്ചി. ശരത് സർ. യെസ്. നിന്റെ തുന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും. എട്ടുകാലി നിശ്ചയം. എന്ത് പറഞ്ഞാലും മാർക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായില്ലല്ലേ? ഞാൻ ചെവി പറഞ്ഞുതരാം കേട്ടോ. ആ, MG സർ. അതെന്താണെന്നുള്ളത് സാർ ഇപ്പൊ പറയും. MG സർ 8.6 മോനെ. താങ്ക് യു സർ. എടാ ചെലന്തിയുടെ അടുത്ത് ചെലന്തി ഈ വല കെട്ടുന്ന എന്ത് ആർട്ടിസ്റ്റിക് ആയിട്ടാണെന്ന് അറിയാം. അപ്പൊ ചെലന്തിയുടെ അടുത്തുള്ള ഒരു ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാ. നിന്റെ തുന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ അത് പുറത്തു വന്ന് അതൊരു ഐറ്റമായിട്ട് വരികയാണെങ്കിൽ നിനക്ക് തങ്കമുദ്ര കിട്ടും. തങ്കമുദ്ര എന്ന് പറഞ്ഞാൽ എന്താ, തങ്കപ്പതക്കം കിട്ടും. എട്ടുകാലി നിശ്ചയം. അത് നിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ മന്തി തിന്നുമ്പോൾ മാത്രമല്ല ആവേശം വേണ്ടത്, സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മളെങ്കിലേ കേൾക്കാനൊരു സുഖമുള്ളൂ. തുന്നൽ എന്നാണോ? തിന്നൽ വേലയല്ല. ആ, ഇവന്റെ തിന്നൽ വേല കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും. അതാ 2 കാലി നിശ്ചയം. ഓക്കെ, സോ ടോട്ടൽ 17.1. താങ്ക് യു. Ni pa maga